ഈ എഞ്ചിനീയറിംഗ് പഠനം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു. അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു ആർട്സിൽ ആണ് എൻ്റെ ഗ്രാജുവേഷനോ പി ജിക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നണത് ആ മേഖലയിലുള്ള നമുക്ക് കുറച്ച് ധാരണകൾ ഭയങ്കര മോശമായി പോയേനെ. ഇപ്പം ഞാൻ മാത്സിലൊക്കെ കുറച്ച് ബെറ്റർ ആയതിന് കാരണം ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും അതിലുള്ള, പക്ഷെ അതൊക്കെ അങ്ങനെ സയൻസ് പഠിച്ചിരുന്നത് സിനിമയിൽ എനിക്ക് ഗുണകരമായിട്ടുണ്ട്. ഒരു പല കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലും അതിന് ചിലതിനെ അങ്ങനെ കാണാൻ പറ്റുന്നതിലൊക്കെ സയൻസിൻ്റെ ഒരു കാഴ്ചയും ആർട്സിൻ്റെ കാഴ്ചയും രണ്ടാണ്. അതിപ്പോൾ അത് കുറച്ചു കാലം അങ്ങനെ ആ സയൻസിൽ ഫോഴ്സ്ഡ് ആയിട്ടാണെങ്കിലും താല്പര്യമില്ലാതാണെങ്കിലും പഠിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ പറയാൻ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അതിപ്പം ഞാൻ ഒരു പ്രൊഡ്യൂസർ ആയതിൽ പോലും അതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കണക്ക് നോക്കുക എന്നുള്ളതല്ല, നമ്മളതിനെ കുറച്ചും കൂടെ സയൻറ്റിഫിക് ആയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ടെക്നിക്കലിയൊക്കെ പല കാര്യങ്ങളിലും ആ ക്വാളിറ്റി ഉണ്ടെന്ന് കരുതുന്നു. അതിൽ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഏരിയ ഭയങ്കര മോശമായി പോയേനെന്ന് പറഞ്ഞ പോലെ. ഇല്ല അങ്ങനെ ഇല്ലെന്നേ. നമുക്കിപ്പം പ്രത്യേകിച്ച് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഏത് മേഖലയിലുള്ള നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ അസറ്റാണ്. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ചിലവഴിച്ച ഓരോ മണിക്കൂറും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എങ്കിലും അതുകൊണ്ട് അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും, അത് എവിടുത്തെ ആയാലും അത് മിസ്സിങ് അല്ലോ. അവിടുന്ന് നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സും മനുഷ്യരും എല്ലാം നമ്മുടെ ലൈഫിൽ പിന്നെ റീകോൾ ചെയ്യാവുന്നതാണ്. അതിനെ അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനെ പിന്നെ ഉപയോഗിക്കാൻ തരത്തിലോട്ട് സെറ്റാക്കാനും പറ്റുമെന്നാണ്. അതുകൊണ്ട് അതൊരിക്കലും ഒരു പീരീഡും എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീൽ ഇല്ല ജീവിതത്തിലെ ഒരു കാര്യത്തോട്. ഇല്ല. ചില മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും, തിരുത്താൻ പറ്റാത്ത ഇല്ലായികയൊന്നുമില്ല. അങ്ങനെ ഭയങ്കര അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടോട്ടലി നമ്മളൊരു കാര്യം ഒരു പീരീഡ് സ്പെൻഡ് ചെയ്തതൊന്നും മോശമായി പോയി എന്ന് ഞാൻ കരുതിയിട്ട് അതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പപ്പയ്ക്ക് ഇപ്പം എന്താ പറയുക? ഇപ്പോൾ ആണല്ലോ. അന്നത്തെ ആ സിനിമാ മോഹം കൊണ്ട് നടന്ന അതൊക്കെ മാറി. ഇപ്പം പപ്പ ഭയങ്കര ഫിലിം ബഫാണ്. എന്നെക്കാളും കൂടുതൽ സിനിമ ഇപ്പം കാണുന്നുള്ളതാണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണും. പറയാറുണ്ട്. പപ്പയുടെ അഭിപ്രായമായിട്ട് ഞാൻ കേൾക്കും. ഈ പഠനം, ഈ സിനിമാ പഠനമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണോ അതോ പണ്ടോട്ടെ സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരാളാണോ? അല്ല, ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. മോശം എന്നല്ല, അങ്ങനെ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു പഠിക്കുന്നതൊക്കെ. ഞാൻ ഈ കാലടി പഠിക്കാൻ പോയപ്പോഴാണ്, ഞാൻ MA ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ പഠനം എൻജോയ് ചെയ്യാൻ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ട്. അതുവരെ അത് ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഞാൻ എൻജോയ് ചെയ്തത്. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടൊരു 10 കൊല്ലം 12 കൊല്ലം ഇങ്ങനെ അല്ലാണ്ട് വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ കാലടി ചെന്നപ്പോഴത്തേക്ക് ഞാൻ ആ പീരീഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതുകൊണ്ട് അപ്പോഴേ ഞാൻ കരുതിയിരുന്നു ഒരു 10-15 കൊല്ലം കൂടെ കഴിയുമ്പം ഒരു ബ്രേക്കും കൂടെ എടുക്കണം. എന്നിട്ട് അങ്ങനെ ഒന്നും കൂടെ അപ്പോൾ നമുക്ക് കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ളവരോട് കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്ത് പോയിട്ടൊരു കോഴ്സൊക്കെ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ അപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഇവിടെ ലെറ്റേഴ്സിൽ അങ്ങനെ ഒരു കോഴ്സ് എനിക്ക് വെച്ചത്. ഈ കരിയറിനെ കുറിച്ച് തിയേറ്റർ ആർട്സ് പഠിക്കാൻ കാലടിയിൽ പോകുന്നു, സുരഭി ലക്ഷ്മിയൊക്കെ കൂടെ പഠിച്ചാണെന്ന് അല്ലേ? അതെ. പിന്നെ ആക്ടിങ്ങിൽ ചെറിയൊരു റോളിൽ വരുന്നു. അതെ. അത് ഇത് ചെയ്യാമോ, എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടെന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്? വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും ആർട്ടിസ്റ്റുകളോ അങ്ങനെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും ആയിരുന്നില്ല. എൻ്റെ അച്ഛൻ കുറേ കാലം ഇങ്ങനെ ഫിലിം റെപ്രസെൻറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അന്നത്തെ കാലത്ത് ഈ ഫിലിം പെട്ടികൾ തിയേറ്ററിലേക്ക് എത്തുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. കുറേ കാലം അച്ഛൻ ചെയ്തിരുന്നു. അപ്പോൾ അതുമാത്രം, അതല്ലാണ്ട് സിനിമയുമായിട്ടോ ആർട്ടുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള ആളായിരുന്നില്ല. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ സിനിമ അങ്ങനെ കാണും, അനുവാദത്തോടെ ഇല്ലാതെയൊക്കെ കാണുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു. അങ്ങനെ ഒരു സിനിമാ ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇരിക്കുമ്പം ആണ് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി കരിവള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അന്ന് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്തോ പ്രൊഡക്ഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ പാതി വഴി വെച്ചിട്ട് പുള്ളിയായിട്ട് ഇങ്ങനെ
ഉടക്കിട്ട് പിരിഞ്ഞു പോയപ്പം അങ്ങനെ ഒരു ദൗത്യം എന്നെ അങ്ങ് ഏൽപ്പിച്ചതാണ്. ഇന്ന് പുള്ളിയോട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെയൊക്കെ ഒരു വർക്ക്, ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയത് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അങ്ങനെ അതോടുകൂടി എനിക്ക് പതുക്കെ ഇങ്ങനെ ഡയറക്ഷനിൽ ചെറിയ താല്പര്യം തോന്നി. വർക്കുകളൊക്കെ ഭയങ്കര മോശം വർക്കുകളായിരുന്നു. ഇപ്പോൾ ആലോചിക്കുന്നത് ഭയങ്കര മോശമായിരുന്നു ആദ്യ സമയത്ത് ചെയ്തിരുന്ന വർക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് അങ്ങനെ അപ്പം സിനിമയിൽ കുറച്ചുനാൾ വർക്ക് ചെയ്യാന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ അന്നേരപ്പം തോന്നി. പിന്നെ അപ്പം ജോലിയൊക്കെ വിട്ടിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ശ്രമിച്ചിറങ്ങുക തന്നെയായിരുന്നു. അങ്ങനെ പക്ഷേ വർക്ക് ഇൻഡസ്ട്രി വന്ന് ഞാനിങ്ങനെ കുറേ നാൾ തീർച്ചയായിട്ടും 3-5 കൊല്ലം ഇങ്ങനെ കറങ്ങി നടന്ന് ചെറിയ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ ചെറിയ പടങ്ങളിൽ വർക്ക് ചെയ്തതൊക്കെ ഒന്നും അങ്ങനെ ഒരു കൊമേഴ്ഷ്യലി വിജയിച്ച സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കാഡമിക് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള സിനിമകളൊന്നും ആയിരുന്നില്ല പലതും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടൊക്കെയാണ് ഈ പ്രൊഫഷനിലേക്ക് വന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഈ എന്താ പറയുക, ഇൻഡസ്ട്രിയിൽ വന്നാൽ കുറച്ച് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആ ജോലി കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് കരുതി. പക്ഷേ ആ സമയത്ത് വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ എൻജോയ്മെൻറ്റ് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നില്ല. കൂടുതൽ സ്ട്രെസ്സും ഒക്കെ ആയിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്തത്. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പോയിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കഘട്ടത്തിൽ അതിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് ഞാൻ കാലടി പഠിക്കാൻ പോകുന്നതിന് മുമ്പും ശേഷമുള്ള ഫേസായിട്ട് തന്നെ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം, അപ്പോൾ എനിക്ക് 30 വയസ്സിന് ഉച്ചം പ്രായം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം കാലടിയിൽ MA ചെയ്യാൻ പോകാൻ ഞാനങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നാടകം ചെയ്യാൻ പോകാൻ തീരുമാനിക്കാൻ കാരണം എന്താ? ഞാൻ അന്നേരം ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ആലോചിച്ചുള്ളൂ. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ എന്താണ് വഴിയെന്ന് ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു റെഗുലർ കോളേജിൽ പോയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് റെഗുലർ കോളേജിൽ പോയിട്ട് ഒരു 2 കൊല്ലം സ്പെൻഡ് ചെയ്താലോ എന്നുള്ള ഒരു തോട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ ഞാനങ്ങനെ ആദ്യം മഹാരാഷ്ട്രയിലാണ് എന്തെങ്കിലും കോഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് സുധീർ ബാബു എന്ന് പറയുന്ന ലോകധർമ്മിയിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുണ്ട്. അപ്പോൾ സുധീർ ബാബു എന്നോട് പറഞ്ഞു, ഇന്ന് കാലടിയിൽ MA തിയേറ്റർ കോഴ്സ് ഉണ്ട്, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അന്നേരം പിന്നെ തിയേറ്ററിൻ്റെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. ഒരു ഭയങ്കര പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ അങ്ങ് സംഭവിച്ചു. പിന്നെ തീർച്ചയായിട്ടും അത് ഞാൻ കരുതുന്നത് അങ്ങനെ ഇപ്പം 2 വർഷക്കാലം ഞാനറിയാം ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിലല്ല, അതിനപ്പുറത്തൊരു വ്യക്തി എന്ന രീതിയിൽ പോലും എനിക്ക് കാര്യമായിട്ടുള്ളൊരു മാറ്റം സംഭവിച്ച പീരീഡാണെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. അപ്പം ശ്യാം പുഷ്കറിനൊക്കെ എപ്പോഴും പറയും, ഞാൻ കാലടിക്ക് പോയ ഞാനും തിരിച്ചു വന്ന ഞാനും രണ്ടാണെന്നുള്ളത്. അതിന് മുമ്പ് അറിയാവുന്ന അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയാണ് പറയലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ അത്രയധികം സ്വാധീനിച്ചിരുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്കങ്ങനെ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതാണ് പ്രധാനമായിട്ടത്. പിന്നെ കാഴ്ചപ്പാടിലും മനസ്സിലാക്കലുകളിലും ഒക്കെ ആ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ തിയേറ്ററിൽ വർക്ക് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, അതിന് മുമ്പ് 2-3 വർഷക്കാലം ഞാൻ സിനിമയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അന്നേരം കിട്ടാത്ത നമ്മൾ ആ മിസ്സായെന്ന് പറഞ്ഞ സന്തോഷവും എൻജോയ്മെൻറ്റൊക്കെ ഞാൻ ഈ കാലയളവിൽ എനിക്ക് കിട്ടിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട്. അങ്ങനെയാണ് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ ചെയ്യുന്ന വർക്കിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത് ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടാണ് സോൾട്ട് ആൻഡ് പെപ്പർ പോലുള്ള 2ാമത്തെ പാറ്റേൺ സിനിമകളുടെ ഭാഗമാകാൻ പറ്റുന്നതും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ഫേസിലാണ്. ആ ഫേസ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് കാലടിയിൽ നിന്നാണോ ഒരു നടൻ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവ് വന്നതും പിന്നെ അഭിനയത്തിൽ ഉറപ്പായിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? ഉറപ്പായിട്ടും അതെ. അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു അഭിനയിക്കുക എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അഭിനയം എന്നെ അങ്ങനെ ആകർഷിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല.